ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പെട്ട ആളുകൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എപ്പോഴാണ് മരണപ്പെടുക, ഒന്നും നമ്മളൊരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഈ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് മരണപ്പെടാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ശരിക്കും തയ്യാറെടുത്ത് നിൽക്കണം. തയ്യാറെടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ സാധനം പിടിച്ച് നിൽക്കുക എന്നല്ല, നമ്മൾ മാനസികമായിട്ടും അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ കുളിപ്പിക്കണം, എങ്ങനെ കഫൻ ചെയ്യണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഒരാളെ കുളിപ്പിക്കേണ്ടത് ഇങ്ങനെ ആൾക്കാരാണെന്നൊക്കെ സുന്നത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ആരും നോക്കാറില്ല എന്ന് മാത്രം. ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്, അവരുടെ ഉമ്മ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഭർത്താവ്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പോകും. അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ കേൾപ്പിക്കാറുണ്ട്. അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ടുള്ള സമ്പ്രദായങ്ങൾ തുടങ്ങിയത്, അതായത് പുറത്തുനിന്ന് അതിനായിട്ടുള്ള ടീമിനൊക്കെ ഇറക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ നമ്മൾ ശരിക്കും അടുത്തുള്ള കുടുംബം, നമ്മുടെ തൊട്ടടുത്തുള്ള രക്തബന്ധത്തിലുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്കിപ്പോൾ നമ്മളതൊന്നും നോക്കാറില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ കഫൻ ചെയ്യേണ്ട കാര്യം ഒക്കെ അതിൽ പെട്ടതാണ്. നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ മരണപ്പെട്ട് കബറടക്കം ചെയ്യുന്നത് വരെ കുടുംബക്കാരും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, വിട്ടു പോവുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കേണ്ടത് അനിവാര്യമാണ്. എങ്ങനെയാണ് ഈ മയ്യത്ത് പരിപാലനത്തെക്കുറിച്ച് പഠിക്കുക, മയ്യത്തിനെ കുളിപ്പിക്കുന്നത്, മയ്യത്തിനെ കഫൻ ചെയ്യുന്നത്, മയ്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഒരുപാട് വഴികളുണ്ട് കേട്ടോ. അതിന് വേണ്ടിയുള്ള ചെറിയ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഖുർആനിക് റൂട്ട്സ് അക്കാഡമി പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്ത് ക്ലാസ്സുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ മയ്യത്ത് നിസ്കാരം, നമ്മളിപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ നമുക്കറിയാത്ത ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ കഫൻ ചെയ്ത് കൊടുക്കുക, മയ്യത്തിനെ കുളിപ്പിച്ച് കൊടുക്കുക, പിന്നെ മയ്യത്ത് സംസ്കരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മരണം ആസന്നമായത് മുതൽ ആ വ്യക്തിയെ കബറടക്കുന്നത് വരെയുള്ള ആ വ്യക്തിക്ക്, നമ്മളിപ്പോൾ കുടുംബക്കാരായിക്കോട്ടെ, നമ്മൾ ആൾക്കാരായിക്കോട്ടെ, ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫീസ് വരുന്നത് 1000 രൂപയാണ്. അത് 10 ദിവസത്തിനാണ് 1000 രൂപ വരുന്നത്. അപ്പോൾ നമ്മുടെ ഡെമോ ക്ലാസ്സും എല്ലാം നല്ല കിടിലനായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാം, താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 81 11 95 54 14 എന്ന് പറഞ്ഞിട്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു കോൾ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ഖുർആനിക് റൂട്ട്സ് അക്കാഡമി എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാക്സിമം ആളുകളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് 1000 രൂപക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാമെന്ന് പറയുന്നത്. പുറത്തൊക്കെ പോയി നമ്മൾ മറ്റു ഉസ്താദുമാരുടെ കീഴിലും മറ്റും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിന് ഇത്രയൊന്നും ഫീസ് പോരാ, നമുക്ക് നല്ല ഫീസ് അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ലൊരു അവസരമായിട്ട് കണ്ട് ഉപയോഗപ്പെടുത്തുക. താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക, ഓർ കോൾ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് മെസ്സേജ് അയക്കുന്നതാണ്. കാരണം കോൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മാക്സിമം കഴിയുന്നതും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മയത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.